ഒരു വടക്കൻ വീരഗാഥയുടെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടി നേരിട്ട ചില വെല്ലുവിളികളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ നടൻ രമേശ് പിഷാരടിയുമായുള്ള അഭിമുഖത്തിലാണ് തനിക്ക് നേരിട്ട ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളെക്കുറിച്ച് താരം പങ്കുവച്ചത്. പുരാതന ആയോധനകലയായ കളരിപ്പയറ്റിൽ പ്രാവീണ്യം നേടിയ ചന്തുവിന്റെയും ഉണ്ണിയാർച്ചയുടെയും കഥ പറയുന്ന ചരിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. മമ്മൂട്ടി പ്രധാന വേഷമായ ചന്തുവിനെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചന്തു എന്ന കഥാപാത്രം ഇപ്പോഴും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ആയോധനകലയും കുതിരസവാരിയുമൊക്കെ അഭ്യസിക്കുന്ന ഒരു യോദ്ധാവിന്റെ വേഷമാണ് താൻ അവതരിപ്പിച്ചതെങ്കിലും കളരി പോലുള്ള ആയോധനകലകൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ലെന്ന് മമ്മൂട്ടി പറയുന്നു. ചിത്രീകരണത്തിന് മുമ്പ് അഭിനേതാക്കൾക്ക് വിപുലമായ വർക്ക്ഷോപ്പുകളും പരിശീലനവും ലഭിക്കുന്ന ഹോളിവുഡ് പോലെയൊന്നുമായിരുന്നില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കളരിപ്പയറ്റും കുതിരസവാരിയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കേണ്ടി വന്നു. വിപുലമായ രീതിയിൽ പരിശീലിക്കാൻ ഞങ്ങൾക്കന്ന് സമയമോ വിഭവങ്ങളോ ഇല്ലായിരുന്നുവെന്ന് മമ്മൂട്ടി വിശദീകരിച്ചു. ഷൂട്ടിങ്ങിനു വേണ്ടി മാത്രമായിട്ടാണ് ചുവടുകളും ശൈലികളും പഠിക്കേണ്ടി വന്നത്. അതൊരു വെല്ലുവിളി നിറഞ്ഞ അനുഭവമായിരുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞു. ഷൂട്ടിങ്ങിനിടെയുണ്ടായ ഒരു സംഭവം മമ്മൂട്ടിയിൽ ഇന്നും മായാതെ കിടക്കുന്നുണ്ട്. ഒരു വാൾ പോരാട്ട രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വാൾ തുടയിൽ കുത്തി. മെറ്റൽ കൊണ്ടുള്ള ഒറിജിനൽ വാളുകളായിരുന്നു സിനിമയിൽ ഉപയോഗിച്ചിരുന്നത്. ഒരു വട്ടം തെറിച്ചു പോകുന്ന വാളിനെ ചാടിപ്പിടിക്കുന്ന രംഗമുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ചാടുമ്പോൾ വാള് പിടികിട്ടില്ല. ഒരു തവണ വാള് എന്റെ തുടയിൽ കുത്തിക്കയറി നല്ലവണ്ണം മുറിഞ്ഞു. വേദനയെടുത്തു. കാണാൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങിയില്ല. ഇപ്പോഴും തുടയിൽ അതിന്റെ പാട് കാണാം. മമ്മൂട്ടി പറയുന്നു. അതൊരു വേദനയേറിയ അനുഭവമായിരുന്നു. ഒരുപാട് ടേക്കുകൾ എടുക്കേണ്ടി വന്നെങ്കിലും ശ്രമം നിർത്താൻ ആഗ്രഹിച്ചില്ലെന്നാണ് മമ്മൂട്ടി ഓർമ്മിക്കുന്നത്. പരിക്കുകൾ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിലൊന്നും ആർക്കും പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ വരുന്നത്. കുതിര ചാടുകയും വീഴുകയും കുഴപ്പങ്ങളുണ്ടാക്കുകയും നമ്മളും കുതിരയുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കുകയും ചെയ്യും. കുതിരയ്ക്ക് കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ആൾക്ക് കുതിരയെ പരിശീലിപ്പിക്കാൻ അറിയില്ലെന്നുള്ള വിവരം അറിയാവുന്നത് പോലെയാണ് കുതിരയോടുള്ള പെരുമാറ്റം. പരിചയമില്ലാത്ത ആളാണെന്ന് കുതിരയ്ക്ക് തോന്നും. കുതിരയ്ക്കത് അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. സിനിമയുടെ ഷൂട്ടിങ്ങും അതിന്റെ ഉത്സവ പ്രതീതിയും ഒത്തിരി ആൾക്കാരും ബഹളവും ആനയും അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. മമ്മൂട്ടി പറയുന്നു. വടക്കൻ വീരഗാഥ വീണ്ടും റിലീസിന് തയ്യാറെടുക്കുമ്പോൾ സിനിമയുടെ മാന്ത്രികത പുനരുജ്ജീവിപ്പിക്കാനുള്ള അവസരത്തിനായി സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രമേശ് പിഷാരടിയുമായുള്ള മമ്മൂട്ടിയുടെ അഭിമുഖം ഒരു ക്ലാസിക് സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിലെ ഒരു നടന്റെ ആത്മസമർപ്പണത്തിന്റെ അത്ഭുതകരമായ കാണാക്കാഴ്ചയാണ് പറഞ്ഞുവെക്കുന്നത്. ഷൂട്ടിങ്ങിനിടെ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചുള്ള മമ്മൂട്ടിയുടെ തുറന്നു പറച്ചിൽ ഒരു നടന്റെ കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.